Hi, hello everyone. I am Gopika S, Assistant Professor Civil Engineering, SNIT Adur. And in the previous section, we have discussed about a measurement of shear strength in Geotechnical Engineering 1. And we discussed about direct shear test, how is it performed, and how can we represent the results, and how can we determine the shear parameters C and phi from direct shear test. And today, we are going to discuss about triaxial test. സോ നമുക്ക് ട്രയാക്സിയൽ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ശരിക്കും നമ്മൾ ട്രയാക്സിയൽ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത് ഒരു സിലിണ്ടറിക്കൽ സോയിൽ സാമ്പിളിനകത്താണ്. അപ്പോൾ ഈ സോയിൽ സാമ്പിൾ എന്ന് പറയുമ്പോൾ സാധാരണ അതിൻ്റെ ഹൈറ്റ് ടു ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത് 2:1. നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് എക്യുപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു സിലിണ്ടറിക്കൽ സെല്ലുണ്ട്. ആ സെല്ലെന്ന് പറയുന്ന പേഴ്സ്പെക്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്. പേഴ്സ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സോളിഡ് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് മെയ്ഡ് ഓഫ് പോളിമീഥൈൽ മെത്താക്രിലേറ്റ്. പോളിമീഥൈൽ മെത്താക്രിലേറ്റ് എന്ന് പറയുന്ന ആ ഫോം കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് പേഴ്സ്പെക്സ് എന്ന് പറയുന്നത്. സോ ഈ പേഴ്സ്പെക്സ് സെല്ലെന്ന് പറയുന്നത് ഒരു ബേസിനും ഒരു ടോപ്പ് ക്യാപ്പിനും ഇടയിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുക. ഈ സാമ്പിൾ എന്നിട്ട് നമ്മൾ 2 റിജിഡ് എൻ ക്യാപ്സ് കാണും. അതിനിടയിലേക്ക് നമ്മൾ സാമ്പിൾ ഫിറ്റ് ചെയ്യുവാണ്. അത് സാമ്പിൾ എന്ന് പറയുന്നത് ഒരു റബ്ബർ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിരിക്കും. എന്നിട്ട് ഈ പേഴ്സ്പെക്സ് സെല്ലിന് ചുറ്റും നമ്മൾ വെള്ളം ഫില്ല് ചെയ്യും. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൻ്റെ ഒരു അപ്പാരറ്റസ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും താഴെ നമ്മളുടെ ബേസ് ഉണ്ട്. ആ ബേസിനകത്താണ് നമ്മൾ വാൽവ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വാൽവ്സ് എന്തിനാണെന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഡ്രെയിൻഡ് കണ്ടീഷൻ അൺഡ്രെയിൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വാൽവ് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക എന്നൊക്കെ ഉള്ള ഇതുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഔട്ടറിൽ കാണുന്ന ബൗണ്ടറിയാണ് നമ്മളുടെ പേഴ്സ്പെക്സ് സിലിണ്ടർ. അപ്പോൾ അതിനകത്തേക്കാണ് വരുന്നത് നമ്മളുടെ സാമ്പിൾ വെക്കുന്നതും. അതിന് ടോപ്പ് ക്യാപ്പും ബോട്ടം ക്യാപ്പും എല്ലാം ഉണ്ട്. അതിനകത്തേക്ക് ആക്സിയൽ ലോഡ് കൊടുക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ട്രയാക്സിയൽ ടെസ്റ്റിൻ്റെ അപ്പാരറ്റസ്. നെക്സ്റ്റ്, ഇപ്പം നമ്മൾ സാധാരണ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ നമ്മൾക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സ്ട്രെസ് അവിടെ ഉണ്ട്. അത് കൂടാതെ ലാറ്ററൽ ഡയറക്ഷനിൽ നമ്മളൊരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അവിടെ സോയിലിനകത്ത് ഷിയർ ഉണ്ടാക്കുന്നത്. ഇവിടെ സോയിൽ സ്പെസിമെൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 3 കംപ്രസീവ് സ്ട്രെസ്സസ് ആണ്. അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന 3 കംപ്രസീവ് സ്ട്രെസ്സസ് ആണ് ഈ സോയിൽ സ്പെസിമെനകത്ത് ആക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്ട്രെസ് നമ്മൾ എന്ത് ചെയ്യും? സ്പെസിമെൻ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നവരെ ഇൻക്രീസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ത്രീ ഡയമെൻഷണൽ കൺസോൾട്ടേഷൻ സിസ്റ്റം അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യമേ ഈ ഫ്ലൂയിഡിനകത്തൂടെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സ്പെക്സ് സെല്ലിന് ചുറ്റുമുള്ള വെള്ളത്തിനകത്തൂടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് എത്തിക്കുക. അപ്പോൾ ഈ കൺഫൈനിങ് പ്രഷർ നമ്മൾ എന്തായിരിക്കും, ഈ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മളത് കോൺസ്റ്റൻ്റ് ആയിട്ട് കെറ്റ് ചെയ്യും. എന്നിട്ട് വെർട്ടിക്കൽ റോഡിങ് മാത്രമാണ് നമ്മൾ ഗ്രാജുവലി യൂണിഫോം റേറ്റിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ദ ആക്സിയൽ സ്ട്രെസ്, അതായത് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ആക്സിയൽ സ്ട്രെസ്സിനെയാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈക്വലി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന കൺഫൈനിങ് പ്രഷറാണ് ബാക്കിയുള്ള 2 പ്രിൻസിപ്പൽ സ്ട്രെസ്സസിന് ഈക്വലായിട്ട് വരുന്നത്, അതായത് കൺഫൈനിങ് പ്രഷർ. ഈ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 സ്റ്റേജിലായിട്ടാണ്. ഈ ഫുൾ ടെസ്റ്റിനെ 2 സ്റ്റേജായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഫസ്റ്റ് വൺ സെൽ പ്രഷർ ഓർ കൺസോൾട്ടേഷൻ സ്റ്റേജ് ആൻഡ് സെക്കൻഡ് വൺ ഷിയർ സ്റ്റേജ് ഓർ ഡീവിയേറ്റർ സ്റ്റേജ്. ലെറ്റ്സ് സീ വാട്ട് ആർ സെൽ പ്രഷർ ഓർ ഷിയർ സ്റ്റേജ്. ഫസ്റ്റ് വൺ ഈസ് കൺസോൾട്ടേഷൻ സ്റ്റേജ്. കൺസോൾട്ടേഷൻ സ്റ്റേജിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പേഴ്സ്പെക്സ് സെല്ലിന് ചുറ്റും നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിനകത്തൂടെ നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്താണ് നമുക്ക് 3 ഡയമെൻഷനലി നമ്മളൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ആ സ്റ്റേജാണ് കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡീവിയേറ്റർ സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ സ്റ്റേജിനുള്ള പ്രഷറിന് പുറമേ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള, അതായത് ആക്സിയൽ ലോഡ് മാത്രം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനാണ് ഒരു വെൽ ഡിഫൈൻഡ് പാത്തിൽ ആ സോയിൽ ഫെയിലിയർ ആവുന്നത്. അപ്പോഴുള്ള ലോഡാണ് നമ്മൾ നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് സീ വാട്ട് ആർ സെൽ പ്രഷർ ഓർ കൺസോൾട്ടേഷൻ സ്റ്റേജ് ആൻഡ് ഷിയർ സ്റ്റേജ്. ഇൻ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇപ്പം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് അതിനെ നമ്മൾ നോട്ട് ചെയ്യുന്നത് സിഗ്മ സി ആയിട്ടാണ്. ഈ കൺഫൈനിങ് പ്രഷർ സിഗ്മ സി എന്ന് പറയുന്ന മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് സിഗ്മ 3 = സിഗ്മ സി. ഇനി ഡ്രെയിൻഡ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് പോർ വാട്ടറിൻ്റെ എക്സ്പെൽഷൻ പെർമിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബോട്ടത്തിലുള്ള വാൽവ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അൺഡ്രെയിൻഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ വാൽവ് ക്ലോസ് ചെയ്ത് കെറ്റ് ചെയ്യുക.
ഡ്രെയിൻഡ് കണ്ടീഷൻ ആകുമ്പോഴത്തേന് കൺസോളിഡേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോർ വാട്ടർ വാട്ടറിൻ്റെ എക്സ്പെൽഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആകുന്ന എവിടെ വെച്ചാണോ, അതായത് നമ്മൾ ഈ എക്സ്പെൽഷൻ നടക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന വാട്ടറിൻ്റെ വോളിയവും അവിടെയുള്ള ചേഞ്ച് ഇൻ വോളിയവും ഈക്വൽ ആയിട്ട് വരുന്ന കണ്ടീഷനിലാണ് കൺസോളിഡേഷൻ കംപ്ലീറ്റ് ആവുക. സെക്കൻഡ് സ്റ്റേജാണ് ഷിയർ സ്റ്റേജ് അല്ലെങ്കിൽ ഡീവിയേറ്റർ സ്റ്റേജ്. അതായത് കൺസോളിഡേഷൻ സ്റ്റേജ് കഴിഞ്ഞ ഉടനെ നമ്മൾ ലാറ്ററൽ പ്രഷർ σ3 അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചതിന് ശേഷം σd എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് പറയുന്നത്. σd നമ്മൾ സോയിൽ സാമ്പിൾ ഷിയർ സംഭവിച്ച് ഫെയിൽ ആകുന്ന വരെ ഇൻക്രീസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഇനി ഫെയിലിയർ ആവുന്ന സമയത്ത് എന്താണോ ഡീവിയേറ്റർ സ്ട്രെസ്, സം വാല്യൂ ആയിരിക്കും ആ ഡീവിയേറ്റർ സ്ട്രെസ്. അതിനെയാണ് കൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി σd എന്ന് പറയുന്നത് σdf ആണ് നമ്മളുടെ ഫെയിലിയർ സംഭവിക്കുമ്പോൾ ഡീവിയേറ്റർ സ്ട്രെസ് എങ്കിൽ σdf നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് P/AF ആണ്. അവിടെ P എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് AF ഈസ് ദ ഏരിയ അറ്റ് ഫെയിലിയർ. ഇനി ടോട്ടൽ ആക്സിയൽ സ്ട്രെസ് അറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് അറ്റ് ഫെയിലിയർ. സോ അത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σ1 അറ്റ് ഫെയിലിയർ, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് അറ്റ് ഫെയിലിയർ ഈസ് ഈക്വൽ ടു σ3 പ്ലസ് σdf. അതായത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് അതായത് കൺഫൈനിങ് പ്രഷർ σ3 പ്ലസ് ദ ഡീവിയേറ്റർ പ്രഷർ അറ്റ് ഫെയിലിയർ. Okay, this test is repeated. Both two stages. This test is repeated with identical samples using different values of confining pressure. നേരത്തെ നമ്മൾ സിഗ്മയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഐഡൻറ്റിക്കൽ സാമ്പിൾസിന് ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ഷിയർ പാരാമീറ്റേഴ്സ് സിയും ഫൈയും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒറ്റ മെത്തേഡുകളും മോസ് ഫെയിലിയർ എൻവലപ്പ് നമ്മൾ കണ്ടെത്തുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഓരോ സാമ്പിളിൻ്റെയും മോസ് സർക്കിൾസ് നമ്മൾ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഈ എല്ലാ സർക്കിൾസിൻ്റെയും കൂടി കോമൺ ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന ടാൻജൻറ്റ്, ആ ടാൻജൻറ്റിനായിരിക്കും എന്ത് ഫെയിലിയർ എന്ന് പറയുക. ആ ടാൻജൻറ്റിലായിരിക്കും ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുക. സോ അതിനെയാണ് മോസ് ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുക. ഇനി അൺഡ്രെയിൻഡ് കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മൾ ഡ്രെയിനേജ് വാൾസ് ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ, അങ്ങനെ വരുമ്പോഴത്തേന് പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഇപ്പം യു ആണ് അവിടുത്തെ പോർ പ്രഷർ അറ്റ് ഫെയിലിയർ എങ്കിൽ σ1 ബാർ ഈസ് ഈക്വൽ ടു σ1 മൈനസ് യു ആൻഡ് σ3 ബാർ ഈസ് ഈക്വൽ ടു σ3 മൈനസ് യു. ഈ റിലേഷൻ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുക. ഇതാണ് മോസ് സർക്കിൾ. അതായത് ഓരോ ടെസ്റ്റിലും ഉള്ള മോസ് സർക്കിൾസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു, അതിന് കോമൺ ആയിട്ട് ടാൻജൻറ്റ് പ്ലോട്ട് ചെയ്യുന്നു. ആ ടാൻജൻറ്റിനെയാണ് മോസ് ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുക. ആ ടാൻജൻറ്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ആ ടാൻജൻറ്റ് സീറോയിൽ നിന്ന് വൈ ആക്സിസിൽ ഏത് പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നോ ആ പോയിന്റിനെ നമ്മൾ കൊഹഷനായിട്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ട്രൈആക്സിയൽ ഷിയർ ടെസ്റ്റിൻ്റെ മെയിൻ എക്സ്പെരിമെൻറ്റ് പ്രൊസീജിയറും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാമെന്നുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ. താങ്ക് യു. ബട്ട് ട്രൈആക്സിയൽ ടെസ്റ്റിൻ്റെ ചെറിയൊരു പാർട്ട്, അതായത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് മാത്രമേ നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻസിൽ നമുക്ക് ട്രൈആക്സിയൽ സാമ്പിളിനകത്ത് വരുന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ് ട്രൈആക്സിയൽ ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ട്രൈആക്സിയൽ ടെസ്റ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്നൊക്കെ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഷുവറായിട്ടും കാണുക, ഇത് വൃത്തിയായിട്ട് പഠിക്കുക. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.